ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇത് കണ്ടല്ലോ, പുറമേ നല്ല ക്രിസ്പിയും അതാ നല്ല സോഫ്റ്റും ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു പലഹാരമാണ്. അപ്പോൾ മസ്റ്റ് ആയിട്ടും വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ റവപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും എടുക്കാം കേട്ടോ. 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്ന റെസിപ്പി 1 കപ്പ് ഗോതമ്പ് മാവിന്റെ അളവിനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവാണ് കേട്ടോ ഞാൻ ഈ എടുത്തിട്ടുള്ളതെല്ലാം. അപ്പോൾ 1 കപ്പിന് 4 ടേബിൾ സ്പൂൺ റവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ബൗളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് റവ മുങ്ങി നിൽക്കാൻ കണക്കിന് നോർമൽ വാട്ടർ ആണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 30 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെക്കുന്ന സമയം കൊണ്ട് തന്നെ റവ നല്ലോണം ഒന്ന് കുതിർന്ന് വെള്ളമൊക്കെ ഒന്ന് അബ്സോർവ് ആയി വരും കേട്ടോ. അപ്പൊ കണ്ടല്ലോ, അപ്പൊ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ റവ എല്ലാം നല്ലോണം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നോർമൽ മധുരം ഓക്കെ ആണ് കേട്ടോ, 1/2 കപ്പ് മതിയാകും. ഇനി നല്ല മധുരമൊക്കെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഒരു 1/4 കപ്പ് വരെ ആഡ് ചെയ്യാം കേട്ടോ. എന്നാലും 1/2 കപ്പ് നോർമൽ മധുരമാണ് കേട്ടോ. അപ്പൊ ഞാൻ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതും അടച്ചു വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ പഞ്ചസാര നല്ലോണം അങ്ങ് കുതിർന്ന് വരും കേട്ടോ. അപ്പൊ കണ്ടല്ലോ, 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്തപ്പം അത്യാവശ്യം അതിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് പഞ്ചസാരയൊക്കെ നല്ലോണം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ടെന്നാണ് കേട്ടോ അതിനർത്ഥം. അപ്പൊ ഇവിടെ പഞ്ചസാരയൊക്കെ ഒന്ന് കുതിർന്ന് എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ തിരകി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു കൈപ്പിടി അളവ് തേങ്ങ തിരകി ഇടുന്നുണ്ട്. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാമേ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ കണ്ടല്ലോ, 1 കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയമൊന്നും നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതിലുള്ള വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ ഗോതമ്പ് പൊടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കാമേ. അപ്പൊ ഞാൻ ഇവിടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടല്ലോ, അതിലുള്ള വെള്ളത്തിൽ തന്നെ അത്യാവശ്യം അത് നല്ല രീതിയിൽ തന്നെ അങ്ങ് കുതിർന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതവിടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കതങ്ങ് ഒരു പാമാവിന്റെ പരുവത്തിൽ നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ അതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പൊ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി പോരാ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ചുകൂടെ വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരിക്കൽ കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ സ്പൂണിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്ന ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു പരുവമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. ഈ മാവ് ഒന്ന് റെഡി ആയതിനു ശേഷം നമ്മളൊന്ന് വച്ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ മാവ് റെഡി ആയതിനു ശേഷം ഉടനെ തന്നെ നമുക്ക് ഇതങ്ങ് തയ്യാറാക്കാനും തുടങ്ങാം കേട്ടോ. അപ്പൊ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാം. റവയും അരിപ്പൊടിയൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് തന്നെ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, അകം നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പൊ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പൊ കണ്ടല്ലോ, മാവിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. കണ്ടല്ലോ, നമ്മൾ സ്പൂണിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അതിങ്ങനെ വിട്ട് വരണം കേട്ടോ. ആ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി നമുക്ക് കൈകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കണ്ടല്ലോ, ഇതേപോലെ കൈകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് എടുത്ത് നമ്മൾ എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം തയ്യാറാക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്നൊന്ന് മൊരിയിച്ചെടുക്കാനായിട്ട് പാടില്ല. അതിന്റെ അകം ഒന്നും വെന്ത് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിതങ്ങ് തയ്യാറാക്കി എടുക്കാമേ. അപ്പൊ കൈ കൊണ്ട് നമ്മൾ ഇതേപോലെ ഓരോന്നായിട്ട് നമ്മൾ മാവ് അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് മറിച്ച് അടുത്ത സൈഡും അതേപോലെ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആക്കി എടുക്കാം കേട്ടോ. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് എല്ലാം ഒന്ന് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പൊ അതാ ഇവിടെ അതൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയം ഞാൻ അടുത്ത സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2 സൈഡ്
സൈഡ് ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് മാറ്റാം കേട്ടോ. അധികം എണ്ണയൊന്നും കുടിക്കില്ല. നമ്മൾ റവയും എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നല്ല മധുരമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. കൂടാതെ മുൻപോട്ട് നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പീസിന്റെ വീഡിയോസ് ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ആണ്. അപ്പം വീഡിയോ ഫുള്ളായിട്ടൊന്ന് കയറി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അതെല്ലാം ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും അതേപോലെ അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ തവണയും അത് ആ പാനിൽ ചൂടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊള്ളുക. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് ഓരോ പ്രാവശ്യവും ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും അടുത്ത സൈഡ് നമുക്കൊന്ന് ആ ഒരു നിറം ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് ഇത് മാറ്റാം. അപ്പോൾ നമ്മൾ എല്ലാം ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റവ കൊണ്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കൂ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. കണ്ടല്ലോ, നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ പുറമേയൊക്കെ. അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കൂ. അപ്പൊ അടുത്ത് മറ്റൊരു നല്ലൊരു സൂപ്പർ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.